ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു സെൻറ്റർ സർക്കിൾ ഡിസൈൻ. ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന 2D ഡ്രാഫ്റ്റിംഗ് ആൻഡ് 3D ഡിസൈനിനെ കുറിച്ചുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വാൾസ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും 3D വ്യൂ ഓപ്പൺ ചെയ്ത് വിഷ്വൽ സ്റ്റൈൽ മാറ്റാനും ഒക്കെയാണ്. ഇന്ന് പറയാനുള്ളത് വാൾസ് പ്രോപ്പർട്ടീസ് ആണ്. ഇവിടെ ഞാൻ വാൾസ് ക്രിയേറ്റ് ചെയ്ത് വെറുതെ ഒരു ലേഔട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വാൾ പ്രോപ്പർട്ടീസിൽ പറയാനുള്ളത് വാൾസിൻ്റെ തിക്നെസ്, മെറ്റീരിയൽസ് എന്നിവയെക്കുറിച്ചാണ്. ആദ്യം ഞാൻ ഈ വാൾ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഡയമെൻഷനെ പറ്റി കാണിച്ചു തരാം. കൊണ്ട് ഇത് 430, ഇവിടുന്ന് ഇങ്ങോട്ട് 430 240 വരെ ഞാനൊരു വാൾ സെലക്ട് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് പ്രോപ്പർട്ടീസ് പാക്കിൽ ഇവിടെ കാണാം എഡിറ്റ് ടൈപ്പ് എന്ന ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്തു. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് പ്രോപ്പർട്ടീസ്, ഇവിടെ ഫാമിലി ടൈപ്പ്, ഫാമിലി ഇങ്ങനെ കാണും. ബേസിക് വാൾ, ഞാൻ ആദ്യം പറഞ്ഞ് ബേസിക് വാളാണ് ഞാൻ സെലക്ട് ചെയ്തത്. 3 ടൈപ്പ് വാൾസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ബേസിക് വാളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതിൽ ടൈപ്പ് ജനറിക് 200 mm എന്ന് കാണാം. പിന്നെ ഇങ്ങനെ ഇവിടെ കുറേ ഓപ്ഷൻസ്. ഇതിൽ പാരാമീറ്റേഴ്സിൽ ഇവിടെ സ്ട്രക്ചർ, ഇവിടെ എഡിറ്റ് എന്ന് കാണാം. ഞാനിവിടെ ഈ ബട്ടൺ പ്രസ് ചെയ്തു. ഇതാണ് നമ്മുടെ വാൾ പ്രോപ്പർട്ടീസ്. ഈ ഒരു ടേബിൾ ഇവിടെ നമുക്ക് ഫാമിലി, ടോട്ടൽ തിക്നെസ്, ഇങ്ങനെ കുറേ ലിസ്റ്റ് കാണാം. ഇതിന് താഴെ ഇവിടെ ഒരു ബോക്സ്, ഒരു ടേബിൾ. ഇവിടെയാണ് നമ്മൾ പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം 3 ലെയേഴ്സ് ഉണ്ട്. ഇവിടെ നമ്മൾ ഒരു സ്ട്രക്ചറിൻ്റെ പ്രോപ്പർട്ടീസ് എഡിറ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ ലെയേഴ്സ് ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ഒരു സെൻറ്ററിൽ ഒരു ലെയർ കാണാം, സ്ട്രക്ചർ. ഇതാണ് നമ്മുടെ മെയിൻ സ്ട്രക്ചർ, വാളിൻ്റെ മെയിൻ സ്ട്രക്ചർ. എന്ന് വെച്ചാൽ നമ്മുടെ വാളിൻ്റെ മേസൻട്രി വർക്ക്, മേസൻട്രി കാണിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ രണ്ട് മുകളിലും താഴെയായിട്ട് നിങ്ങൾക്ക് കോർ ബൗണ്ടറി കാണാം. കോർ ബൗണ്ടറി 0 എന്ന് കാണാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ സ്ട്രക്ചറിൽ ഒരു ഡീഫോൾട്ടായി കിടക്കുന്നത് തിക്നെസ് ഇവിടെ 20 എന്ന് കാണാം. ഇത് നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് മെറ്റീരിയൽസ് കൊടുക്കാം. മെറ്റീരിയൽസ് ഇവിടെ ഇങ്ങനെ ഒരു ബോക്സ് ആയിരിക്കും ഇവിടെ കാണുന്നത്. നമുക്ക് ഈ മെറ്റീരിയൽസ് അപ്ലൈ ചെയ്യാൻ ഇവിടെ ബോക്സ് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഇവിടെ കുറേ മെറ്റീരിയൽസ് കാണാം നിങ്ങൾക്ക്. ഇതാദ്യം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ മെറ്റീരിയൽസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇങ്ങനെ കുറേ മെറ്റീരിയൽസ് ഇവിടെ കാണാം. ഞാനിപ്പോൾ ഇങ്ങനെ ഈ ബ്രിക്ക് കോമൺ ഒരു മേസൻട്രി മെറ്റീരിയൽ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പേര് വരും. ഇനി എനിക്ക് ഇതിലേക്ക് ഇവിടെ നിങ്ങൾക്ക് വാൾസിൻ്റെ തിക്നെസ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ഒരു മെയിൻ മേസൻട്രി കൊടുക്കും, മേസൻട്രി സ്ട്രക്ചർ കൊടുക്കും. എന്നിട്ട് അതിൻ്റെ മുകളിലും താഴെയായിട്ട് പ്ലാസ്റ്ററിങ്ങിന് വേണ്ട ഒരു ലെയർ ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ അതിന് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇൻസേർട്ട് എന്ന ഓപ്ഷൻ. ഇൻസേർട്ട് ഈ ഒരു ലെയർ നിങ്ങൾക്ക് ഈ കോർ ബൗണ്ടറിൻ്റെ മുകളിലാണ് വേണ്ടത്. അപ്പോൾ അതിന് ഈ ലെയർ സെലക്ട് ആയിട്ടുണ്ട്. അതിന് അപ്പ് എന്ന് കൊടുക്കും. വീണ്ടും ഒരു ലെയർ ഇൻസേർട്ട് ചെയ്തു. അത് ഞാൻ താഴെയാക്കി കൊടുത്തു. ഇനി വേണ്ടത് നടുവിലുള്ളത് സ്ട്രക്ചറാണ്. അതിൻ്റെ
മുകളിലും താഴെയും ഉള്ളത്, ഏറ്റവും മുകളിലും താഴെയുള്ളത് നമുക്ക് ഫിനിഷസ് ആണത്. പ്ലാസ്റ്ററിങ് ഒരു ഫിനിഷാണ്. അപ്പോൾ ഞാനത് ഇവിടെ സെലക്ട് ചെയ്ത് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഫിനിഷ് എന്ന് കൊടുത്ത് ഇവിടെ എനിക്ക് സെലക്ട് ചെയ്ത് ഇവിടെ താഴെ ഫിനിഷ് കൊടുക്കാം. ഇങ്ങനെ വേണം സെർച്ച് ചെയ്യാൻ. ഇനി നമുക്ക് തിക്നെസ് അപ്ലൈ ചെയ്യണം. തിക്നെസ് ഞാൻ 1 സെൻറ്റിമീറ്റർ, ഇവിടെ 1 സെൻറ്റിമീറ്റർ അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഏത് വാൾ തിക്നെസ്സിലാണ് അപ്ലൈ ചെയ്യുന്നത്, വാൾസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിനനുസരിച്ച് വേണം നിങ്ങൾക്ക് ഇവിടെ തിക്നെസ് എഡിറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഇവിടെ 20+1+1 22 സെൻറ്റിമീറ്ററിലുള്ള ഒരു വാളാണ് ക്രിയേറ്റ് ആവുന്നത്. നിങ്ങൾക്ക് 20 സെൻറ്റിമീറ്ററിലാണ് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ 18 ആക്കി കൊടുക്കുന്നു. സ്ട്രക്ചർ 18 കൊടുത്ത് ആക്കി കൊടുക്കുന്നു. ഇനി നമുക്ക് ഈ ഫിനിഷസിൻ്റെ നമുക്ക് 2 സൈഡിലുള്ള പ്ലാസ്റ്ററിങ്ങിൻ്റെ അത് നമുക്ക് മെറ്റീരിയൽ എഡിറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ അതിൻ്റെ കളറ്, പെയിൻറ്റിൻ്റെ കളറ് എഡിറ്റ് ചെയ്യാനാണിത്. ഇത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാം. അതിൽ ഞാൻ പെയിൻറ്റ് എന്ന് സെലക്ട് ചെയ്തു. പെയിൻറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കിട്ടുന്നത്, നമുക്കിതിൽ കളർ അഡ്ജസ്റ്റ് ചെയ്ത് അപ്പിയറൻസ് അഡ്ജസ്റ്റ് ചെയ്ത് ഓക്കെ കൊടുക്കും. ഓക്കെ, ഇങ്ങനെ വാൾ പ്രോപ്പർട്ടീസ് എഡിറ്റ് ചെയ്യുന്നതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഇതിനൊരു ചെറിയ പ്രോബ്ലം ഉണ്ട്. കാരണം ഇത് നമുക്ക് കാണാം ഫാമിലി, ഇവിടെ ടൈപ്പ് കാണാം. ഈ ഒരു ഫാമിലി ടൈപ്പ് നമ്മൾ റെവിറ്റിലുള്ള എല്ലാ പ്രൊജക്ട്സിനും കോമൺ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ എഡിറ്റ് ചെയ്യുമ്പോൾ ഈ റെവിറ്റ് എന്ന സോഫ്റ്റ്വെയറിലെ എല്ലാ വാൾസും എഡിറ്റ് ആകും. അപ്പോൾ അതൊരു പ്രോബ്ലമാണ്. അപ്പോൾ അങ്ങനെ എഡിറ്റ് ചെയ്യുന്നതിന് പകരം അതിന് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇവിടെ ക്യാൻസൽ ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ടേബിൾ ഓപ്പൺ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ഓപ്ഷൻസ് കാണാം. ഇവിടെ ടൈപ്പ് എന്നതിൻ്റെ നേരെ അടുത്തായിട്ട് ഇവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എന്നൊരു ബട്ടൺ കാണാം. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബട്ടണാണ്. റെവിറ്റ് ആർക്കിടെക്ചറിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്ന ഒരു ഓപ്ഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഇതിൽ കൊടുക്കുന്ന ഓരോ മെറ്റീരിയൽസും നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇതിൽ കോമൺ ആയിട്ട് വരുന്ന റെവിറ്റ് ആർക്കിടെക്ചറിൽ കോമൺ ആയി വരുന്ന സ്ട്രക്ചർ ആൻഡ് മെറ്റീരിയൽസിനെ ബാധിക്കാതെ നമുക്ക് നമ്മുടെ പ്രോജക്റ്റ് മുന്നോട്ട് പോകാം. ഞാനിപ്പോൾ ഇതിന് പുതിയൊരു നമുക്കുമായിട്ടുള്ളൊരു സ്ട്രക്ചറാക്കി മാറ്റുകയാണ്. അതിന് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് കൊടുത്തു. നമ്മൾ ഒരു പ്രോജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ വാൾസൊക്കെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിപ്പോൾ ഇവിടെ ഡീഫോൾട്ടായിട്ട് ജനറിക് 200mm2 എന്ന് കൊടുക്കും. നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു പേര് ടൈപ്പ് ചെയ്യാം. ഞാനിതിന് വാൾ ക്യാപിറ്റൽ ആക്കാം, വാൾ 20 എന്ന് ടൈപ്പ് ചെയ്തു. ഇനി ഓക്കെ കൊടുക്കാം. കണ്ടോ, ഇത് ഇവിടെ എഡിറ്റായി വരുന്നിട്ടുണ്ട്. ഇത് നമുക്ക് പേര് റീനെയിം ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ റീനെയിം കൊടുത്ത് നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ വാൾസ് നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇങ്ങനെ വേണം നമ്മൾ ഒരു പ്രൊജക്റ്റ് തുടങ്ങാനായിട്ട്. ആദ്യം യൂണിറ്റ് സെറ്റ് ചെയ്ത് ലെവൽസ് ക്രിയേറ്റ് ചെയ്ത് പിന്നെ വാൾസിൽ പുതിയൊരു വാൾ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് വേണം ഇവിടെ സ്ട്രക്ചറിൽ എഡിറ്റ് ചെയ്യാൻ. ഇനി നമുക്ക് മെറ്റീരിയൽസൊക്കെ അപ്ലൈ ചെയ്യാം. ഞാനൊരു 20 സെൻറ്റിമീറ്റർ തിക്നെസ് ഉള്ള ഒരു വാളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിന് 18 എന്ന് ടൈപ്പ് ചെയ്തു. മുകളിൽ ഒരു ലെയർ ആഡ് ചെയ്തു, താഴെ ഒരു ലെയർ ആഡ് ചെയ്തു.
ഇനി ഇതിന് ഫിനിഷസ് എന്ന് പേര് കൊടുത്ത്, ഇതിനും ഫിനിഷസ് എന്ന് പേര് കൊടുത്ത്, ഇതിന് തിക്നെസ് 1 സെൻറ്റിമീറ്റർ, ഇവിടെ തിക്നെസ് 1 സെൻറ്റിമീറ്റർ. ഇനി ഞാൻ മെറ്റീരിയൽസ് ആഡ് ചെയ്യാണ്. ആദ്യം സ്ട്രക്ചറിൽ ഒരു മേസൻട്രി മെറ്റീരിയലാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമുക്കിവിടെ നിന്ന് സ്ക്രോൾ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. നമുക്ക് ഇതിലും, നമുക്ക് സ്ട്രക്ചറിലായാലും നമുക്ക് മെറ്റീരിയൽസിലും ഈ ഡ്യൂപ്ലിക്കേറ്റ് എന്ന ഓപ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലും നമുക്ക് മെറ്റീരിയൽസിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം മെറ്റീരിയൽസ്. അതിന് അല്ലെങ്കിൽ ഞാൻ ഇതിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ ഓരോ മെറ്റീരിയൽസും ഇതിൽ റെവിറ്റ് ആർക്കിടെക്ചറിൽ കോമൺ ആണ്. അപ്പോൾ ഒരു മെറ്റീരിയലിനെ എഡിറ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള എല്ലാ റെവിറ്റ് സോഫ്റ്റ്വെയറിലുള്ള എല്ലാ മെറ്റീരിയലും എഡിറ്റ് ആകും. അപ്പം നമുക്ക് ഇതിനും ഇതേപോലെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി വെക്കണം. ഇതിന് സെലക്ട് ചെയ്തു. ഇവിടെ നിങ്ങൾക്കൊരു പ്ലസ് ബട്ടൺ കാണാം. അവിടെ ഞാൻ ക്രിയേറ്റ് ന്യൂ മെറ്റീരിയൽ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് സെലക്റ്റഡ് മെറ്റീരിയൽ എന്ന ഓപ്ഷൻ കാണാം. അതിൽ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് സെലക്റ്റഡ് മെറ്റീരിയൽ എന്ന് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പുതിയൊരു ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടായി വന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ടൈപ്പ് ചെയ്യാം. ഞാൻ ഇവിടെ ഇതിന് മെസൻട്രി ബ്രിക്ക് എന്ന് ടൈപ്പ് ചെയ്തു. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഗ്രാഫിക് ഐഡൻറ്റിറ്റി, ഗ്രാഫിക്സ്, അപ്പിയറൻസ്, ഇത്രയും ബട്ടൺസ് ഇവിടെ കാണാം. ഇതിൽ ഗ്രാഫിക്സിൽ ഈ ഷെയ്ഡിങ് എന്ന ഓപ്ഷനിൽ യൂസ് റെൻഡർ അപ്പിയറൻസ് ഇതെപ്പോഴും ടിക്കായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയൽസ് നമ്മൾ 3D വ്യൂവിൽ കാണില്ല. ഇത് ടിക്ക് ചെയ്തെടുക്കുക. ഇനി എനിക്ക് പറയാനുള്ളത് അപ്പിയറൻസിൽ നിങ്ങൾക്ക് ഈ മെറ്റീരിയലിൻ്റെ അപ്പിയറൻസ് എല്ലാം കാണാം. ഓക്കെ, ഇനി ഇതിലെനിക്ക് പറയാനുള്ളത്, നമുക്ക് ഇവിടെ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. ഇനി ഇവിടെ ഈ ഒരു പോർഷനും ഈ ഒരു മെറ്റീരിയൽസ് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആക്കണം. അതിന് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ദിസ് അസെറ്റ്, ഈ അസെറ്റ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഇത് മെറ്റീരിയൽസ് എഡിറ്റ് ചെയ്ത് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് അപ്പിയറൻസിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ലേഔട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻഫോർമേഷൻ കാണാം. മെസൻട്രി നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാം. ഇനി ഞാൻ അപ്ലൈ ചെയ്ത് ഓക്കെ. അതുപോലെ ഇതിന് ഒരു വാൾ മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തത്. ഇനി നമുക്ക് എല്ലാ വാൾസും ഈ ഒരു കാറ്റഗറിയിലേക്ക് പോകും. ഞാൻ വാൾ 20 എന്ന കാറ്റഗറിയാണ് ക്രിയേറ്റ് ചെയ്തിരുന്നത്. ഞാൻ എല്ലാ വാൾസും അതിലേക്ക് മാറ്റാൻ ഒന്ന് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തു. ഇങ്ങനെ കൊടുക്കാം. കണ്ടോ, ഇങ്ങനെയാണ് വാൾ പ്രോപ്പർട്ടീസ് ക്രിയേറ്റ് ചെയ്യുന്നത്.